അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വാട്സപ്പിലൂടെ ഒരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ സോഷ്യൽ മീഡിയയിലേക്കാണ് പോയത്. അവിടെ ഒരു വീഡിയോ കണ്ടു. മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരുപാട് പൈസ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇത് സക്കാത്തിൻ്റെ പൈസയാണ്. സക്കാത്തും പൈസ ആവശ്യമുള്ളവർ ലൈക്കും കമൻറ്റും ഒക്കെ ഷെയറൊക്കെ ചെയ്താൽ അവർക്ക് സക്കാത്ത് പൈസ, ഈ പൈസ കയ്യിൽ പൈസ പിടിച്ചിട്ടാണ് പറയുന്നത്, ഈ പൈസ നിങ്ങൾക്ക് കിട്ടുന്നു. എന്ത് സക്കാത്താണെന്ന് മനസ്സിലായി. സക്കാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. ചില ആളുകളൊക്കെ, നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സക്കാത്തും സ്വതക്കയും ഒന്നാണ് എന്ന്. സക്കാത്ത് വേറെ, സ്വതക്ക വേറെ. സക്കാത്ത് എന്ന് പറയുന്നത് അതിന് അർഹതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത് എന്നുള്ളത്. നമ്മൾ ഫറലായ ഒരു ബാധ്യതയാണ്. നിസ്കാരം പോലെ, 5 നേരത്തെ നിസ്കാരം പോലെയുള്ള ഒരു ബാധ്യതയുള്ളതാണ്. അത് എല്ലാവർക്കും ബാധ്യതയില്ല. അത് ആ കാറ്റഗറിയിൽ പെട്ട ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവർ വർഷത്തിൽ ഓരോ വർഷം കൂടുമ്പോഴും ആ സാധനങ്ങളൊക്കെ അവരൊന്ന് തർത്തീബാക്കിയിട്ട് അതൊന്ന് ഓർഡറാക്കിയിട്ട് എത്ര സാധനങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ 2.5% അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ല. അല്ലെങ്കിൽ അത് ഇതുപോലെ പരസ്യമായിട്ട് വന്നിട്ട് ആവശ്യമുള്ളവരൊക്കെ വന്നോളി, ലൈക്ക് ചെയ്തോൽക്കും കമൻറ്റ് ചെയ്തോൽക്കും സക്കാത്തും പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാനുള്ള സാധനമല്ല. സ്വതക്ക നമുക്ക് പിന്നെ എങ്ങനെയും ചെയ്യാം. സ്വതക്കക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു മാനദണ്ഡം ഇല്ല. അതാർക്കും നമുക്ക് കൊടുക്കാനാണ്. സക്കാത്ത് അല്ല, സ്വതക്ക എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ ദാനം ചെയ്യുക അല്ലെങ്കിൽ ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് അയാൾ ഇങ്ങനെ വിഷയം പറഞ്ഞു, ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, പ്രയാസം. അയാൾ പറയുന്നത് കളവാണെങ്കിൽ പോലും നമ്മൾ അയാൾക്ക് സ്വതക്ക, ഞാൻ അയാൾക്കൊരു ദാനം ചെയ്യുകയാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അയാൾക്ക് എന്ത് കൊടുത്താലും എനിക്ക് കൂലി കിട്ടും. അതുപോലെ കൊടുക്കേണ്ട ഒന്നല്ല സക്കാത്ത് എന്നുള്ളത്. അത് നിർബന്ധമായ ബാധ്യതയാണ്. അത് ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക്, കച്ചവടം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വർഷാവർഷം അവരുടെ സാധനങ്ങൾ കണക്ക് കൂട്ടിയതിൻ്റെ 2.5% എത്രയാണോ അത് മാറ്റിയിട്ട് അത് അതിനർഹതപ്പെട്ട വിഭാഗങ്ങളുണ്ട്, അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. സക്കാത്ത് പരസ്യമായിട്ടും കൊടുക്കുക, രഹസ്യമായിട്ടും കൊടുക്കുക. രഹസ്യമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പരസ്യം. കാരണം അതൊരു നിർബന്ധ ബാധ്യതയാണ്. നിസ്കാരം പോലെ, നിസ്കാരം ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചേ പറ്റൂ, അത് നിർബന്ധ ബാധ്യതയാണ്. അതുപോലെ തന്നെയാണ് സക്കാത്തും. നിസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ്. സക്കാത്ത് എന്നുള്ളത് അതിൻ്റെ ആ മുതലുള്ള ആളുകൾക്കാണ് നിർബന്ധമാകുന്നത് എന്ന വ്യത്യാസമുള്ളൂ. സംഗതി രണ്ടും ബാധ്യതയാണ്. സ്വതക്ക പോലെ അത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതല്ല. അപ്പോൾ ഈ രൂപത്തിലൊന്നും ഒരിക്കലും സക്കാത്ത് കൊടുത്താൽ അത് വീടൂല. ഓൺലൈനിൽ വന്നിട്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും സക്കാത്തും പൈസ കൊടുക്കാനാണ്. എന്ത് സക്കാത്ത് കൊടുക്കലാണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ സ്വന്തം നാട്ടിലെ ഉസ്താദിനോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ, എന്താ ഞാൻ എങ്ങനെ, എൻ്റെ കയ്യിൽ സക്കാത്ത് ഇങ്ങനെ കൊടുക്കാനുണ്ട്, ഞാൻ എങ്ങനെയാണത് കൊടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് പോലും പറഞ്ഞു തരും. ഇങ്ങനെ ഈ രൂപത്തിൽ സക്കാത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊന്നും കൊടുത്തുകൊണ്ടൊന്നും സക്കാത്ത് വീടൂല. ആർക്കെങ്കിലും 10-50 റുപ്യ, ലൈക്ക് ചെയ്തവർക്ക് 50 റുപ്യ, ഷെയർ ചെയ്തവർക്ക് 100 റുപ്യ, ഇതാണ് സക്കാത്തിൻ്റെ അർഹത. ലൈക്കും ഷെയറും കമൻറ്റൊക്കെയാണ്. അത് അവനവൻ്റെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള പാവങ്ങളായ ആളുകളുണ്ടാവും, അല്ലേ? അർഹതപ്പെട്ട ആളുകളുണ്ടാവും, വിധവകളായ സ്ത്രീകളുണ്ടാവും, അർഹതപ്പെട്ട ആളുകളുണ്ടാവും, ഫക്കീർ, മിസ്കീന്, പാവപ്പെട്ട ആളുകൾ. ഇത്തരം ആളുകളെ നമ്മൾ തിരഞ്ഞു നോക്കി അവർ കണ്ടെത്തിയിട്ട് ആളുകൾക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും സക്കാത്തും സദക്കയും തമ്മിൽ ഒന്നായിട്ട് കാണാൻ പാടില്ല. രണ്ടും രണ്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക.